വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ വിവിധ ഡിവിഷനുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും വിധം കാടുകയറി മൂടിയ സംസ്ഥാന പാതയ്ക്ക് ഇരുവശവും ഉള്ള ഓടകളുടെ ശുചീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ 21, 10, 11 എന്നിവിടങ്ങളിലെല്ലാം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വടക്കാഞ്ചേരി പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന് മുന്നിലുള്ള റോഡിലെ കാട് മൂടിക്കടന്ന ഓട വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടിജൻസ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ശുചീകരിച്ചത്. വെട്ടിമാറ്റിയ വള്ളിപ്പടർപ്പുകളും ഓടയിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പി മാലിന്യങ്ങളും ജീവനക്കാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ഓട്ടുപാറ കുന്നുകുളം സംസ്ഥാന പാതയിലെ ഓടയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിക്കുന്നുണ്ട്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലെയും മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തീകരിക്കുമെന്നും പകർച്ചവ്യാധികൾ പോലുള്ള രോഗങ്ങളിൽ നിന്ന് നഗരപരിധിയിലെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് എന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. അതിനുവേണ്ടി നഗരസഭാ ഫണ്ടിൽ നിന്ന് 30,000 രൂപ വരെ ഓരോ വാർഡിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനും ചാല് വൃത്തിയാക്കുന്നതിനും ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഓരോ ഡിവിഷൻ്റെ അകത്തും എല്ലാ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പ്രദേശത്തെ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി മാത്രമാണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാവുന്ന വൈറൽ പനികളും ബാക്ടീരിയ അസുഖങ്ങളും അതോടൊപ്പം തന്നെ പുതിയ അസുഖങ്ങൾ മഴക്കാലത്തിന് മുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി നഗരസഭ എല്ലാ ഡിവിഷനിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BCB ന്യൂസ്, വടക്കാഞ്ചേരി.